ഓം ശാന്തി. 16, 11, 25 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 15, 12, 2007 മധുബൻ. സമയത്തിൻ്റെ മഹത്വത്തെ അറിഞ്ഞ് കർമ്മങ്ങളുടെ ഗുഹ്യഗതിയുടെ അറ്റൻഷൻ വയ്ക്കൂ. നഷ്ടവും മോഹയും എവർ റെഡിയും ആകൂ. ഇന്ന് സർവ ഖജനാവുകളുടെയും ദാതാവ്, ജ്ഞാനത്തിൻ്റെ ഖജനാവ്, ശക്തികളുടെ ഖജനാവ്, സർവഗുണങ്ങളുടെയും ഖജനാവ്, ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെ ഖജനാവും നൽകുന്ന ബാബ്ദാദ തൻ്റെ 4 ഭാഗത്തുമുള്ള ഖജനാവുകളുടെ ബാലകനും അധികാരികളായ കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അഖണ്ഡ ഖജനാവുകളുടെ അധികാരിയായ ബാബ എല്ലാ കുട്ടികളെയും സർവ ഖജനാവുകൾ കൊണ്ടും സമ്പന്നമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർക്കും സർവ ഖജനാവുകളും നൽകുന്നു. ചിലർക്ക് കുറവും ചിലർക്ക് കൂടുതലും അല്ല നൽകുന്നത്. കാരണം അഖണ്ഡ ഖജനാവുകളാണ്. 4 ഭാഗത്തുമുള്ള കുട്ടികൾ ബാബ്ദാദയുടെ നയനങ്ങളിൽ അലിഞ്ഞിരിക്കുകയാണ്. സർവ ഖജനാവുകൾ കൊണ്ടും നിറഞ്ഞവരായി ഹർഷിതമായി കൊണ്ടിരിക്കുകയാണ്. ഇക്കാലത്തെ സമയമനുസരിച്ച് ഏറ്റവും അമൂല്യവും ശ്രേഷ്ഠവുമായ ഖജനാവാണ് പുരുഷോത്തമ സംഗമത്തിലെ സമയം. കാരണം ഈ സംഗമത്തിൽ തന്നെയാണ് മുഴുവൻ കൽപ്പത്തിൻ്റെയും പ്രാപ്തി ഉണ്ടാക്കുവാൻ സാധിക്കുന്നത്. ഈ ചെറിയൊരു യുഗത്തിൻ്റെ നേട്ടങ്ങളും പ്രാപ്തികളും അനുസരിച്ച് 1 സെക്കൻഡിൻ്റെ വാല്യൂ 1 വർഷത്തിന് സമാനമാണ്. ഇത് ഇത്രയും അമൂല്യമായ സമയമാണ്. ഈ സമയത്തെക്കുറിച്ചുള്ള മഹിമയാണ് ഇപ്പോൾ ഇല്ലെങ്കിൽ ഒരിക്കലുമില്ല. കാരണം ഈ സമയത്ത് തന്നെയാണ് പരമാത്മാവിൻ്റെ പാർട്ട് അടങ്ങിയിട്ടുള്ളത്. അതിനാൽ ഈ സമയത്തെ വജ്രതുല്യം എന്ന് പറയുന്നു. സത്യയുഗത്തെ ഗോൾഡൻ ഏജ് എന്ന് പറയുന്നു. എന്നാൽ ഈ സമയത്ത് സമയവും വജ്രതുല്യമാണ്. നിങ്ങളെല്ലാ കുട്ടികളും വജ്രതുല്യ ജീവിതത്തിൻ്റെ അനുഭവിയായ ആത്മാക്കളാണ്. ഈ സമയത്ത് തന്നെയാണ് വളരെ കാലമായി വേർപിരിഞ്ഞ ആത്മാക്കൾ പരമാത്മാ കൂടിക്കാഴ്ചയുടെയും പരമാത്മാ സ്നേഹത്തിൻ്റെയും പരമാത്മാ നോളജിൻ്റെയും പരമാത്മാ ഖജനാവുകളുടെയും പ്രാപ്തിയുടെ അധികാരിയാകുന്നത്. മുഴുവൻ കൽപ്പത്തിലും ദേവാത്മാക്കളും മഹാനാത്മാക്കളുമുണ്ട്. എന്നാൽ ഈ സമയത്ത് പരമാത്മാവിൻ്റെ ഈശ്വരീയ പരിവാരമാണ്. അതിനാൽ എത്രത്തോളം ഈ വർത്തമാന സമയത്തിന് മഹത്വമുണ്ടോ, ഈ മഹത്വത്തെ അറിഞ്ഞ് എത്രത്തോളം സ്വയം തന്നെ ശ്രേഷ്ഠമാക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അത്രയും ആക്കുവാൻ സാധിക്കും. നിങ്ങളെല്ലാവരും ഈ മഹത്തരമായ യുഗത്തിലെ പരമാത്മാ ഭാഗ്യം പ്രാപ്തമാകുന്ന പദമാപദം ഭാഗ്യവാന്മാരാണല്ലോ. ഇങ്ങനെയുള്ള തൻ്റെ ശ്രേഷ്ഠ ഭാഗ്യത്തിൻ്റെ ആത്മീയ ലഹരിയും ഭാഗ്യവും അറിയുന്നുണ്ട്, അനുഭവിച്ചുകൊണ്ടും ഇരിക്കുകയാണല്ലോ. സന്തോഷം ഉണ്ടാകുന്നുവല്ലോ. ഹൃദയത്തിൽ എന്ത് ഗീതമാണ് പാടുന്നത്? ആഹാ എൻ്റെ ഭാഗ്യം, ആഹാ. കാരണം ഈ സമയത്തെ ശ്രേഷ്ഠ ഭാഗ്യത്തിനു മുന്നിൽ മറ്റൊരു യുഗത്തിലും ഇങ്ങനെയുള്ള ശ്രേഷ്ഠ ഭാഗ്യം പ്രാപ്തമാവുക സാധ്യമല്ല. അപ്പോൾ പറയൂ, സദാ തൻ്റെ ഭാഗ്യത്തെ സ്മൃതിയിൽ വച്ചുകൊണ്ട് ഹർഷിതമാകുന്നുണ്ടല്ലോ, ആകുന്നുണ്ടോ? സദാ ഹർഷിതമാകുന്നു എന്ന് ആര് മനസ്സിലാക്കുന്നുവോ, ഇടയ്ക്കിടയ്ക്ക് ആകുന്നവരല്ല. ആരാണോ സദാ ഹർഷിതമായിരിക്കുന്നത് അവർ കൈ ഉയർത്തു. സദാ 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 എന്നത് അണ്ടർലൈൻ ചെയ്യണം. ഇപ്പോൾ TV-യിൽ താങ്കളുടെ ഫോട്ടോ വന്നുകൊണ്ടിരിക്കുകയാണ്. സദാ എന്ന് പറഞ്ഞവരുടെ ഫോട്ടോ വന്നുകൊണ്ടിരിക്കുകയാണ്. ആശംസകൾ. മാതാക്കൾ കൈ ഉയർത്തു, ശക്തികൾ ഉയർത്തു. ഡബിൾ ഫോറിനേഴ്സ് എന്ത് വാക്ക് ഓർമ്മ വയ്ക്കും? സദാ. ഇടയ്ക്കിടയ്ക്ക് എന്നുള്ളവരാണെങ്കിൽ പിന്നാലെ വരുന്നവരാണ്. ബാബ്ദാദ മുൻപും കേൾപ്പിച്ചിട്ടുണ്ട്, സമയത്തിൻ്റെ വേഗത വളരെ തീവ്രഗതിയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയത്തിൻ്റെ ഗതിയെ അറിയുന്നവർ
സ്വയം തന്നെ ചെക്ക് ചെയ്യൂ. മാസ്റ്റർ സർവശക്തിവാനായ എൻ്റെ ഗതി തീവ്രമാണോ? പുരുഷാർത്ഥം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബാബ്ദാദ എന്ത് കാണുവാൻ ആഗ്രഹിക്കുന്നു? ഓരോ കുട്ടിയും തീവ്ര പുരുഷാർത്ഥി. ഓരോ സബ്ജക്റ്റിലും പാസ് വിത്ത് ഓണർ. അതോ കേവലം പാസ് ആണോ? തീവ്ര പുരുഷാർത്ഥിയുടെ ലക്ഷണം വിശേഷിച്ച് രണ്ടാണ്. ഒന്ന് നഷ്ടോമോഹ, രണ്ട് എവർ റെഡി. ഏറ്റവും ആദ്യം ഈ ദേഹബോധത്തിൽ നിന്നും ദേഹാഭിമാനത്തിൽ നിന്നും നഷ്ടോമോഹ ആണെങ്കിൽ മറ്റു കാര്യങ്ങളിൽ നിന്നും നഷ്ടോമോഹ ആകുന്നത് ഒരു പ്രയാസവുമുള്ളതല്ല. ദേഹബോധത്തിൻ്റെ അടയാളമാണ് വേസ്റ്റ്, വ്യർത്ഥ സങ്കല്പം, വ്യർത്ഥ സമയം. ഈ ചെക്കിംഗ് സ്വയം തന്നെ നല്ല രീതിയിൽ ചെയ്യുവാൻ സാധിക്കും. സാധാരണ സമയവും നഷ്ടോമോഹ ആകുവാൻ അനുവദിക്കില്ല. അപ്പോൾ ചെക്ക് ചെയ്യൂ. ഓരോ സെക്കൻഡും, ഓരോ സങ്കല്പവും, ഓരോ കർമ്മവും സഫലമായോ? കാരണം സംഗമയുഗത്തിൽ വിശേഷിച്ച് ബാബയുടെ വരദാനമാണ്. സഫലത താങ്കളുടെ ജന്മസിദ്ധ അധികാരമാണ്. അപ്പോൾ അധികാരം സഹജമായി അനുഭൂതി ഉണ്ടാക്കിക്കുന്നു. പിന്നെ എവർ റെഡി. എവർ റെഡിയുടെ അർത്ഥമാണ് സമയത്തിൻ്റെ ഓർഡർ ഉണ്ടാകുകയാണെങ്കിൽ മനസ്സ വാച കർമ്മണ സംബന്ധ സമ്പർക്കത്തിൽ എവർ റെഡി. പെട്ടെന്ന് തന്നെയാണ് ഉണ്ടാകേണ്ടത്. ഏതുപോലെ താങ്കളുടെ ദാദിയെ കണ്ടു, പെട്ടെന്ന് എവർ റെഡി. ഓരോ സ്വഭാവത്തിലും ഓരോ കാര്യത്തിലും ഈസി ആയിരുന്നു. സമ്പർക്കത്തിൽ ഈസി, സ്വഭാവത്തിൽ ഈസി, സേവനത്തിൽ ഈസി, സന്തുഷ്ടം ആക്കുന്നതിൽ ഈസി, സന്തുഷ്ടമായി ഇരിക്കുന്നതിൽ ഈസി. അതിനാൽ ബാബ്ദാദ സമയത്തിൻ്റെ സമീപതയുടെ സൂചന വീണ്ടും വീണ്ടും നൽകുകയാണ്. സ്വപുരുഷാർത്ഥത്തിനുള്ള സമയം വളരെ കുറവാണ്. അതിനാൽ തൻ്റെ ശേഖരണത്തിൻ്റെ കണക്കിനെ ചെക്ക് ചെയ്യൂ. ഖജനാവുകൾ ശേഖരിക്കുന്നതിനുള്ള 3 വിധികൾ മുൻപും പറഞ്ഞു തന്നിട്ടുണ്ട്. വീണ്ടും കേൾപ്പിക്കുകയാണ്. ആ 3 വിധികൾ സ്വയം ചെക്ക് ചെയ്യൂ. ഒന്നാണ് സ്വയം തൻ്റെ പുരുഷാർത്ഥത്തിലൂടെ പ്രാപ്തികളുടെ ഖജനാവ് ശേഖരിക്കുക. പ്രാപ്തികളുടെ ഖജനാവ് ശേഖരിക്കണം. രണ്ടാമത്തേതാണ് സന്തുഷ്ടമായിരിക്കുക. ഇതിലും സദാ എന്ന വാക്ക് ആഡ് ചെയ്യൂ. സർവരെയും സന്തുഷ്ടമാക്കുകയും വേണം. ഇതിലൂടെ പുണ്യത്തിൻ്റെ കണക്ക് ശേഖരിക്കപ്പെടുന്നു. ഈ പുണ്യത്തിൻ്റെ കണക്ക് അനേകം ജന്മങ്ങളിലെ പ്രാപ്തിയുടെ ആധാരമായി നിലനിൽക്കുന്നു. മൂന്നാമത്തേതാണ് സദാ സേവനത്തിൽ അക്ഷീണവും നിസ്വാർത്ഥവും വിശാല ഹൃദയത്തോടെയും സേവനം ചെയ്യുക. ഇതിലൂടെ ആരുടെ സേവനം ചെയ്യുന്നുവോ അവരിൽ നിന്നും സ്വതവേ തന്നെ ആശീർവാദങ്ങൾ ലഭിക്കുന്നു. ഇതാണ് 3 വിധികൾ. സ്വയം തൻ്റെ പുരുഷാർത്ഥം, പുണ്യം, ആശീർവാദം. ഈ 3 കണക്കുകളും ശേഖരിച്ചുവോ? അപ്പോൾ ചെക്ക് ചെയ്യൂ. പെട്ടെന്ന് അഥവാ ഏതെങ്കിലും പരീക്ഷ വന്നുവെങ്കിൽ പാസ് വിത്ത് ഓണർ ആകാൻ സാധിക്കുമോ? കാരണം ഇക്കാലത്തെ സമയമനുസരിച്ച് പ്രകൃതിയുടെ ചഞ്ചലത ചെറിയ ചെറിയ കാര്യങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും വരാം. അതിനാൽ കർമ്മങ്ങളുടെ ഗതിയുടെ നോളജ് വിശേഷ അറ്റൻഷനിൽ ഉണ്ടായിരിക്കണം. കർമ്മങ്ങളുടെ ഗതി വളരെ ഗുഹ്യമാണ്. ഏതുപോലെ ഡ്രാമയുടെ അറ്റൻഷൻ ഉണ്ട്, ആത്മീയ സ്വരൂപത്തിൻ്റെ അറ്റൻഷൻ ഉണ്ട്, ധാരണകളുടെ അറ്റൻഷൻ ഉണ്ട്. അതേപോലെ തന്നെ കർമ്മങ്ങളുടെ ഗതിയുടെയും അറ്റൻഷൻ ആവശ്യമാണ്. സാധാരണ കർമ്മം, സാധാരണ സമയം, സാധാരണ സങ്കല്പം, ഇതിലൂടെ പ്രാപ്തിയിൽ വ്യത്യാസമുണ്ടാകുന്നു. ഈ സമയത്ത് പുരുഷാർത്ഥികളായ നിങ്ങളേവരും ശ്രേഷ്ഠ വിശേഷ ആത്മാക്കളാണ്. സാധാരണ ആത്മാക്കളല്ല. വിശ്വമംഗളത്തിനു വേണ്ടി നിമിത്തമായ, വിശ്വപരിവർത്തനത്തിന് നിമിത്തമായ ആത്മാക്കളാണ്. കേവലം സ്വയം തന്നെ പരിവർത്തനപ്പെടുത്തുന്നവരല്ല, വിശ്വത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ ഉത്തരവാദികളാണ്. അതിനാൽ
തൻ്റെ ശ്രേഷ്ഠ സ്വമാനത്തിൻ്റെ സ്മൃതി സ്വരൂപം ആവുക തന്നെ വേണം. ബാബ്ദാദ കണ്ടു, എല്ലാവർക്കും ബാബ്ദാദയോടും സേവനത്തോടും നല്ല സ്നേഹമുണ്ട്. സേവനത്തിൻ്റെ അന്തരീക്ഷം 4 ഭാഗത്തും ഏതെങ്കിലുമൊക്കെ പ്ലാൻ അനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം ഇപ്പോൾ സമയമനുസരിച്ച് ദുഃഖിതരും അശാന്തവുമായിക്കൊണ്ടിരിക്കുന്ന വിശ്വത്തിലെ ആത്മാക്കൾ ആരാണോ ആ ആത്മാക്കളെ ദുഃഖത്തിൽ നിന്നും അശാന്തിയിൽ നിന്നും മോചിപ്പിക്കുന്നതിനായി തൻ്റെ ശക്തികളിലൂടെ സകാശ് നൽകൂ. ഏതുപോലെ പ്രകൃതിയിലെ സൂര്യൻ സകാശിലൂടെ അന്ധകാരത്തെ ദൂരെയാക്കി പ്രകാശത്തിൽ കൊണ്ടുവരുന്നു. തൻ്റെ കിരണങ്ങളുടെ ബലത്തിലൂടെ പല വസ്തുക്കളെയും പരിവർത്തനപ്പെടുത്തുന്നു. അതേപോലെ തന്നെ മാസ്റ്റർ ജ്ഞാനസൂര്യൻ ആയവർ തൻ്റെ പ്രാപ്തമായ സുഖത്തിൻ്റെയും ശാന്തിയുടെയും കിരണങ്ങളിലൂടെ സകാശിലൂടെ ദുഃഖത്തിൽ നിന്നും അശാന്തിയിൽ നിന്നും മുക്തമാക്കൂ. മനസ്സാ സേവനത്തിലൂടെ ശക്തിശാലി വൃത്തിയിലൂടെ വായുമണ്ഡലത്തെ പരിവർത്തനപ്പെടുത്തൂ. ഇപ്പോൾ മനസ്സാ സേവനം ചെയ്യൂ. ഏതുപോലെ വാചാ സേവനത്തിൻ്റെ വിസ്താരം ചെയ്തുവോ അതേപോലെ മനസ്സാ സകാശിലൂടെ ആത്മാക്കളിൽ ഹാപ്പിയുടെയും ഹോപ്പിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതീക്ഷയുടെയും അലകൾ വ്യാപിപ്പിക്കൂ. ഈ വർഷം ഹാപ്പിയുടെയും ഹോപ്പിൻ്റെയും ഏതൊരു ടോപ്പിക്കാണോ വച്ചിരിക്കുന്നത് അതനുസരിച്ച് ധൈര്യം വരുത്തൂ, ഉന്മേഷവും ഉത്സാഹവും വരുത്തൂ. ദുഃഖ അശാന്തിയിൽ നിന്നും മുക്തിയാകുന്ന ബാബയുടെ സമ്പത്ത് നേടിക്കൊടുക്കൂ. ഇപ്പോൾ കൂടുതൽ ആവശ്യം സകാശ് നൽകുന്നതിൻ്റേതാണ്. ഈ സേവനത്തിൽ മനസ്സിനെ ബിസിയാക്കി വയ്ക്കൂ. എങ്കിൽ മായാജീത് വിജയി ആത്മാവ് സ്വതവേ തന്നെ ആയി മാറും. പിന്നെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ സൈഡ് സീനാണ്. സൈഡ് സീനിൽ ചില നല്ല കാര്യങ്ങളും വരുന്നു, ചില മോശമായ കാര്യങ്ങളും വരുന്നു. അപ്പോൾ സൈഡ് സീനിനെ ക്രോസ് ചെയ്ത് ലക്ഷ്യത്തിൽ എത്തിച്ചേരേണ്ടതുണ്ട്. സൈഡ് സീൻ നോക്കുന്നതിന് വേണ്ടി, അതായത് ഫേസ് ചെയ്യുന്നതിന് വേണ്ടി സാക്ഷി ദൃഷ്ടാവിൻ്റെ സീറ്റിൽ സെറ്റായിരിക്കൂ. ഇത്രമാത്രം. എങ്കിൽ സൈഡ് സീൻ മനോരഞ്ജനമായി മാറും. അപ്പോൾ എവർ റെഡി ആണല്ലോ. നാളെ തന്നെ എന്തെങ്കിലും സംഭവിച്ചാലും എവർ റെഡി ആണോ? ആദ്യത്തെ ലൈനിലുള്ളവർ എവർ റെഡിയാണോ? നാളെ തന്നെ എന്തെങ്കിലും സംഭവിച്ചാലോ? ടീച്ചേഴ്സ് തയ്യാറാണെങ്കിൽ നല്ലത്. ഈ വിങ്സ് തയ്യാറാണ്. എത്ര വിങ്സിലുള്ളവർ വന്നിരിക്കുകയാണോ എവർ റെഡി. ചിന്തിക്കണം, നോക്കണം. ദാദിമാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൈവീശിക്കൊണ്ടിരിക്കുന്നു. നല്ലതാണ്. ആശംസകൾ. അഥവാ അല്ലെങ്കിൽ പോലും ഇന്നത്തെ രാത്രിയോടുകൂടി ആകണം. കാരണം സമയം താങ്കളെ കാത്തിരിക്കുകയാണ്. ബാബ്ദാദ മുക്തിയുടെ ഗേറ്റ് തുറക്കുന്നതിനായി കാത്തിരിക്കുകയാണ്. അഡ്വാൻസ് പാർട്ടി താങ്കളുടെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ചെയ്യുവാൻ സാധിക്കാത്തത്? മാസ്റ്റർ സർവശക്തിവാൻ തന്നെയാണ്. ദൃഢസങ്കല്പം എടുക്കൂ. ഇത് ചെയ്യണം, ഇത് ചെയ്യുവാൻ പാടില്ല. ഇത്രമാത്രം. ചെയ്യുവാൻ പാടില്ലാത്തതാണെങ്കിൽ ദൃഢസങ്കല്പത്തോടെ പാടില്ലാത്തത് ഇല്ലാതാക്കി കാണിക്കൂ. മാസ്റ്റർ തന്നെയാണല്ലോ. ശരി. ഇപ്പോൾ ആദ്യത്തെ തവണ ആരാണ് വന്നിരിക്കുന്നത്? ആരാണോ ആദ്യമായി വന്നിരിക്കുന്നത് അവർ കൈ ഉയർത്തൂ. ഉയർത്തി കൈ ഉയർത്തൂ. കൈ വീശൂ. ഇത്രയും പേർ വന്നിരിക്കുകയാണ്. നല്ലതാണ്. ആരെല്ലാം ആദ്യത്തെ തവണ വന്നിരിക്കുന്നുവോ അവർക്ക് കോടി മടങ്ങ് ആശംസകൾ, ആശംസകൾ. ബാബ്ദാദ സന്തോഷിക്കുന്നു. കഴിഞ്ഞ കൽപ്പത്തിലെ കുട്ടികൾ വീണ്ടും തൻ്റെ പരിവാരത്തിൽ എത്തിച്ചേർന്നു. അതിനാൽ ഇപ്പോൾ പിന്നാലെ വന്നവർ അതിശയം ചെയ്ത് കാണിക്കണം. പിന്നിലിരിക്കരുത്. പിന്നാലെ വന്നവരാണ്, എന്നാൽ പിന്നിലിരിക്കാൻ പാടില്ല. ഏറ്റവും മുന്നിൽ ഇരിക്കണം. ഇതിനുവേണ്ടി തീവ്ര പുരുഷാർത്ഥം ചെയ്യേണ്ടി വരും. ധൈര്യമുണ്ടല്ലോ? ധൈര്യമുണ്ടോ? നല്ലതാണ്. ധൈര്യമുള്ള കുട്ടികൾ ബാബ്ദാദ സഹായിക്കുന്നു.
പരിവാരവും ഉണ്ട്, നല്ലതാണ്. കാരണം കുട്ടികൾ വീടിൻ്റെ അലങ്കാരമാണ്. അപ്പോൾ ആരെല്ലാം വന്നിരിക്കുന്നുവോ അവർ മധുബൻ്റെ അലങ്കാരമാണ്. ശരി. സേവനത്തിൻ്റെ ടേൺ ഭോപ്പാൽ സോണിൻ്റേതാണ്. ശരി. ധാരാളം പേർ വന്നിരിക്കുകയാണ്. കൊടികൾ വീശിക്കൊണ്ടിരിക്കുന്നു. നല്ലതാണ്. ഗോൾഡൻ ചാൻസ് ലഭിച്ചുവല്ലോ. ശരി. സേവനത്തിന് നിമിത്തമായ ആരെല്ലാം വന്നിരിക്കുന്നുവോ സേവനത്തിൻ്റെ ബലവും ഫലവുമാണ് അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭൂതി. ഇവരിൽ നിന്നും എല്ലാവരും ആ അനുഭവം ചെയ്തുവോ? ആരാണോ ചെയ്തത് അവർ ഇപ്പോൾ അതെ എന്നതിന് കൊടിവീശു. നല്ലത്. ഇപ്പോൾ അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭവം ചെയ്തു. അത് സദാ നിലനിൽക്കുമോ അതോ അല്പം സമയമാണോ നിലനിൽക്കുന്നത്? ആരാണോ ഹൃദയം കൊണ്ട് പ്രോമിസ് ചെയ്യുന്നത് അന്യോന്യം കണ്ടും നോക്കിയും കൈ ഉയർത്തരുത്. ആരാണോ ഹൃദയം കൊണ്ട് മനസ്സിലാക്കുന്നത് ഞാൻ ഈ പ്രാപ്തി സദാ നിലനിർത്തും, വിഘ്നവിനാശകനാകും എന്നുള്ളവർ കൊടിവീശു. നല്ലത്. നോക്കൂ, താങ്കൾ ടി വിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ടി വിയിലെ ഫോട്ടോ അയക്കും. ശരി. ഈ ഒരു ചാൻസ് വച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. ചാൻസ് എടുക്കുന്നതും സന്തോഷത്തോടെയാണ്. ടേൺ ബൈ ടേണായി എല്ലാവർക്കും തുറന്ന മനസ്സോടെ വരാനുള്ള അനുവാദവും ലഭിക്കുന്നു. ശരി. ഇപ്പോൾ എന്ത് അതിശയം ചെയ്യും? മുന്നിലുള്ളവർ പറഞ്ഞു, 2008 താങ്കളെ പ്രത്യക്ഷമാക്കി കാണിക്കും. നല്ലതാണ്. അന്യോന്യം സഹയോഗം നൽകി ഈ വാഗ്ദാനത്തെ നിറവേറ്റണം. തീർച്ചയായും ചെയ്യും. മാസ്റ്റർ സർവശക്തിവാന് ഏതൊരു വാഗ്ദാനം നിറവേറ്റുന്നതും വലിയ കാര്യമൊന്നുമല്ല. കേവലം ദൃഢതയെ കൂട്ടുകാരനാക്കി വയ്ക്കണം. ദൃഢത ഉപേക്ഷിക്കരുത്. കാരണം ദൃഢത സഫലതയുടെ താക്കോലാണ്. അപ്പോൾ എവിടെ ദൃഢത ഉണ്ടായിരിക്കുമോ അവിടെ സഫലത തീർച്ചയായുമുണ്ട്. ഇങ്ങനെയാണല്ലോ ചെയ്തു കാണിക്കും. ബാബ്ദാദയ്ക്കും സന്തോഷമുണ്ട്. നല്ലതാണ്. നോക്കൂ, എത്ര പേർക്ക് ചാൻസ് ലഭിക്കുന്നു. പകുതി ക്ലാസ് സേവനം ചെയ്യുന്നവരുടെ ഭാഗത്താണുള്ളത്. നല്ലതാണ്. നോക്കൂ, സാകാര ബാബ ഉണ്ടായിരുന്നപ്പോഴും വളരെ നല്ല പാർട്ട് അഭിനയിച്ചു. ഏറ്റവും ആദ്യത്തെ മ്യൂസിയം ഈ ഒന്ന്, അതായത് മഹേന്ദ്രബായി തയ്യാറാക്കിയിരുന്നു. അപ്പോൾ നോക്കൂ, സാകാര ബാബയുടെ ആശീർവാദങ്ങൾ മുഴുവൻ സോണിനും ഉണ്ട്. ഇപ്പോൾ ഏതെങ്കിലും നവീനത ചെയ്ത് കാണിക്കും. ഇപ്പോൾ വളരെയധികം സമയം ആയിരിക്കുകയാണ്. ഏതെങ്കിലും പുതിയ ഇൻവെൻഷൻ കണ്ടെത്തിയിട്ടില്ല. ബിങ്സിൻ്റേതും ഇപ്പോൾ പഴയതായി കഴിഞ്ഞു. എക്സിബിഷൻസ്, മേള, കോൺഫറൻസ്, സ്നേഹമിലനം ഇതെല്ലാം നടന്നു കഴിഞ്ഞു. ഇപ്പോൾ ഏതെങ്കിലും പുതിയ കാര്യം കണ്ടെത്തൂ. ഷോർട്ടും സ്വീറ്റും, ചിലവ് കുറവും സേവനം കൂടുതൽ. റായ് ബഹാദൂർ ആണല്ലോ, അതായത് രാജബഹുമതിയുടെ പദവിയുള്ളവർ. അപ്പോൾ റായ് ബഹാദൂർ പുതിയ നിർദ്ദേശങ്ങൾ കണ്ടെത്തൂ. ഏതുപോലെ എക്സിബിഷൻ കണ്ടെത്തി, മേള കണ്ടെത്തി, വിങ്സ് കണ്ടെത്തി. അതേപോലെ ഏതെങ്കിലും പുതിയ ഇൻവെൻഷൻ കണ്ടെത്തൂ. ആര് നിമിത്തമാകുന്നു എന്ന് നോക്കും. നല്ലതാണ്. ധൈര്യമുള്ളവരാണ്. അതിനാൽ ബാബ്ദാദ ധൈര്യം വയ്ക്കുന്നവർക്ക് സദാ ഇൻ അഡ്വാൻസായി സഹായത്തിൻ്റെ ആശംസകൾ നൽകുകയാണ്. ശരി. ഇപ്പോൾ ഒരു സെക്കൻഡിൽ എല്ലാവരും വളരെ മധുരമധുരമായ സ്വീറ്റ് സൈലൻസിൻ്റെ സ്റ്റേജിൻ്റെ അനുഭവത്തിൽ ലയിക്കൂ. ബാബ്ദാദ ഡ്രിൽ ചെയ്യിച്ചു. ശരി. 4 ഭാഗത്തുമുള്ള സർവ തീവ്ര പുരുഷാർത്ഥികൾക്ക്, സദാ ദൃഢസങ്കല്പത്തിലൂടെ സഫലത പ്രാപ്തമാക്കുന്നവർക്ക്, സദാ വിജയത്തിൻ്റെ തിലകധാരിയും ബാബ്ദാദയുടെ ഹൃദയ സിംഹാസനധാരിയും ഡബിൾ കിരീടധാരിയും വിശ്വമംഗളകാരിയും സദാ ലക്ഷണത്തെ മുന്നിൽ വയ്ക്കുന്നവരും പരമാത്മാ സ്നേഹത്തിൽ
പാലിക്കപ്പെടുന്നവരുമായ ഇങ്ങനെയുള്ള സർവശ്രേഷ്ഠ കുട്ടികൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ, ഹൃദയത്തിൽ നിന്നുള്ള ആശീർവാദങ്ങൾ. നമസ്തേ. ദാദിമാരോട്: കുട്ടികൾ ഹാജരാണെങ്കിൽ ബാബ ഹാജർ തന്നെയാണ്. ബാബയ്ക്ക് കുട്ടികളിൽ നിന്നും ദൂരെയാകുവാൻ സാധിക്കില്ല. കുട്ടികൾക്ക് ബാബയിൽ നിന്നും ദൂരെയാകാൻ സാധിക്കില്ല. വാഗ്ദാനം ഇതാണ്: കൂടെയുണ്ട്, കൂടെ പോകും. പകുതി കൽപ്പം ബ്രഹ്മ ബാബയുടെ കൂടെ ഇരിക്കും. ജാനകി ദാദി പറഞ്ഞു, ആ ഒന്നും അഥവാ ശിവ് ബാബയും കൂടെ അലിഞ്ഞിരിക്കുകയാണല്ലോ. താങ്കളുടെ ഈ അനുഭൂതി ശരിയാണ്. ഇപ്പോൾ ഗ്യാരണ്ടി ഉണ്ട്. എന്നാൽ എപ്പോഴാണോ രാജ്യം ഭരിക്കുന്നത് അപ്പോൾ വരികയില്ല. കാണാനും ഒരാൾ വേണമല്ലോ. ദാദി പറഞ്ഞു, മുകളിൽ മനസ്സ് എങ്ങനെ സ്ഥിതി ചെയ്യും? ഡ്രാമയിലുള്ള പാർട്ടാണ്. ബ്രഹ്മ ബാബ കൂടെ ഉണ്ടല്ലോ. നോക്കൂ ഡ്രാമ എന്താണ് ചെയ്യുന്നതെന്ന്. വരദാനം: റിയാലിറ്റിയിലൂടെ ഓരോ കർമ്മത്തിലും വാക്കിലും റോയൽറ്റി കാണിക്കുന്ന ഫസ്റ്റ് ഡിവിഷൻ്റെ അധികാരിയായി ഭവിക്കട്ടെ. റിയാലിറ്റി എന്നാൽ തൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൻ്റെ സദാ സ്മൃതി. അതിലൂടെ സ്ഥൂല രൂപത്തിലും റോയൽറ്റി കാണപ്പെടും. റിയാലിറ്റി എന്നാൽ ഒരു ബാബ, രണ്ടാമതായി ആരുമില്ല. ഈ സ്മൃതിയിലൂടെ ഓരോ കർമ്മത്തിലും വാക്കിലും റോയൽറ്റി കാണപ്പെടും. ആരെല്ലാം സമ്പർക്കത്തിൽ വരുന്നോ അവർക്ക് ഓരോ കർമ്മത്തിലും ബാബയ്ക്ക് സമാനമായ ചരിത്രം അനുഭവപ്പെടും. ഓരോ വാക്കിലും ബാബയ്ക്ക് സമാനമായ അതോറിറ്റിയുടെയും പ്രാപ്തിയുടെയും അനുഭൂതി ഉണ്ടാകും. അവരുടെ കൂട്ടുകെട്ട് റിയൽ ആയതു കാരണം പാരസ് അഥവാ സ്പർശമണിയുടെ കാര്യം ചെയ്യും. ഇങ്ങനെയുള്ള റിയാലിറ്റി ഉള്ള റോയൽ ആത്മാക്കൾ തന്നെയാണ് ഫസ്റ്റ് ഡിവിഷൻ്റെ അധികാരി ആകുന്നത്. സ്ലോഗൻ: ശ്രേഷ്ഠ കർമ്മങ്ങളുടെ കണക്ക് വർദ്ധിപ്പിക്കൂ, അപ്പോൾ വികർമ്മങ്ങളുടെ കണക്ക് സമാപ്തമാകും. അവ്യക്ത സൂചന: അശരീരിയുടെയും വിദേഹി സ്ഥിതിയുടെയും അഭ്യാസം വർദ്ധിപ്പിക്കൂ. 4 ഭാഗത്തും ചഞ്ചലതയാണ്. വ്യക്തികളുടെയും പ്രകൃതിയുടെയും ചഞ്ചലത വർദ്ധിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെയുള്ള സമയത്ത് സേഫ്റ്റിയുടെ ഉപാധിയാണ് സെക്കൻഡിൽ സ്വയം തന്നെ വിദേഹിയും അശരീരിയും ആത്മാഭിമാനിയും ആക്കി മാറ്റൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ട്രയൽ നടത്തൂ. 1 സെക്കൻഡിൽ മനസ്സിനെയും ബുദ്ധിയെയും എവിടെ ആഗ്രഹിക്കുന്നോ അവിടെ സ്ഥിതി ചെയ്യിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഇതിനെ തന്നെയാണ് സാധന എന്ന് പറയുന്നത്. സൂചന: ഇന്ന് മാസത്തിലെ 3ാമത്തെ ഞായറാഴ്ചയാണ്. എല്ലാ രാജയോഗി തപസ്വി സഹോദരി സഹോദരന്മാരും വൈകിട്ട് 6:30 മുതൽ 7:30 വരെ വിശേഷ യോഗാഭ്യാസത്തിൻ്റെ സമയത്ത് തൻ്റെ ശുഭഭാവനകളുടെ ശ്രേഷ്ഠ വൃത്തിയിലൂടെ മനസ്സ മഹാദാനിയായി സർവർക്കും നിർഭയതയുടെ വരദാനം നൽകുന്നതിൻ്റെ സേവനം ചെയ്യണം. ഓം ശാന്തി.